ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സിൽ അടുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണെന്ന് പറയാറുണ്ട്. അതെന്താ, എങ്ങനെയാണ് നമുക്ക് അടുപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പുകൾ ഭയങ്കര കൂടുതലാണ്. കാരണം പൊതുവെ ആളുകൾ പുറത്തേക്ക് പോകുന്നു, ഒരാൾ ഇവിടെയും ഒരാൾ പുറത്തോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഈ അടുപ്പം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമല്ല. പോസിബിൾ ആണ്, പക്ഷെ കുറച്ചധികം എഫേർട്ട് വേണ്ടി വരും. എന്തൊക്കെയാണ് ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമുക്ക് അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് നമ്മുടെ പാർട്ട്ണറുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഈ ടൈം സോൺ ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ തിരക്കുകളുണ്ട് അവരുടേതായിട്ടുള്ള. ഇതിന്റെ ഇടയിൽ എപ്പോഴും സംസാരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പം ഇടയ്ക്കെങ്കിലും വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക, മെസ്സേജ് അയച്ചിടുക. ഒരു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ വേണ്ട ഒരു കാര്യമാണ് ബിൽഡിംഗ് ട്രസ്റ്റ്. ഓൾറെഡി ഉണ്ടായിരുന്ന ട്രസ്റ്റ് ഇഷ്യൂസ് ചിലപ്പോൾ ഇവിടെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്തെങ്കിലും കൺസേണിംഗ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതും നമുക്ക് ഈ പ്രോബ്ലത്തിന് ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ഡൗട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. എന്നെ ഇപ്പോഴും എൻ്റെ പാർട്ട്ണറിന് ഇഷ്ടമാണോ, ഞങ്ങളുടെ സ്നേഹം കുറഞ്ഞു പോകുമെന്നൊക്കെ ഉള്ളു. അപ്പോൾ അത് ഇല്ല, അതിപ്പോഴും എനിക്ക് ഇഷ്ടമാണ്, ആ ഒരു റീഅഷുറൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് ഇതിനെ ബെറ്റർ ആക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറും ഭാവിയെ കുറിച്ച് കാണുന്ന കുറെ ഷെയർഡ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണും. നിങ്ങൾക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യണമെന്നോ ഒരു വീട് വെക്കണമെന്നോ എന്തെങ്കിലും കാണും. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ മാറി നിൽക്കുന്നതും ആ ഒരു എൻഡ് ഗോളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ജേണിയാണ് ഇതെന്നും കോൺസ്റ്റന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ റിലേഷനെ കൂടുതൽ ഹെൽത്തി ആക്കി വെക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ എടുത്ത് പോയിട്ട് ഈ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ച് കുറെയൊക്കെ നമുക്ക് അതിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്.